ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ താരമായ മാത്യൂസ് കുഞ്ഞ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. കഴിഞ്ഞ ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഗോൾ നേടിയിരുന്നു. മാത്രമല്ല നല്ല രൂപത്തിൽ കളിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പരിക്കിൻ്റെ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അലട്ടുന്ന താരമാണ് മാത്യൂസ് കുഞ്ഞ. അതായത് അദ്ദേഹത്തിന് അഡക്റ്റർ ഇഷ്യൂ ഇപ്പോഴുമുണ്ട്. അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാതെയാണ് അദ്ദേഹം ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ കളിച്ചത്. അതുകൊണ്ട് തന്നെ ബ്രസീലിന് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. ഇനിയും മത്സരങ്ങൾ കളിച്ചാൽ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് നഷ്ടമാകുമോ, അതല്ലെങ്കിൽ വേൾഡ് കപ്പിൽ അതൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് CBF തിരിച്ചറിഞ്ഞു. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി അവർ ബന്ധപ്പെട്ടു ഒരു റിക്വസ്റ്റ് നടത്തി. അതായത് പ്രീമിയർ ലീഗിലെ അവസാന മത്സരങ്ങളിൽ മാത്യൂസ് കുഞ്ഞയെ ഉപയോഗപ്പെടുത്തരുത്, അദ്ദേഹത്തിന് വിശ്രമം നൽകണം, അദ്ദേഹത്തിന് പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാനുള്ള ഒരു സമയം നൽകണമെന്ന് CBF മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് റിക്വസ്റ്റ് ചെയ്തു. അതിപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് ESPN ബ്രസീൽ പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രീമിയർ ലീഗിലെ അവസാനത്തെ മത്സരങ്ങളിൽ കുഞ്ഞയെ കളിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. താരത്തിന്റെ കാര്യത്തിൽ CBFും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒരു അഗ്രിമെന്റിൽ എത്തി. അവസാന മത്സരങ്ങളിൽ അദ്ദേഹത്തെ കളിപ്പിക്കില്ല എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തത്. ഇത് തീർച്ചയായും CBFന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം പൂർണ്ണ ഫിറ്റ്നസ്സോടുകൂടി പരിക്കുകൾ ഒന്നും ഇല്ലാതെ മാത്യൂസ് കുഞ്ഞ വേൾഡ് കപ്പിലേക്ക് എത്തും. ബ്രസീലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് മാത്യൂസ് കുഞ്ഞ. പ്രത്യേകിച്ച് നല്ല രൂപത്തിൽ ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായ ഒരു കാര്യമാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ വീണ്ടും കാണാം.